ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്, ഈ ഒരു സാഹചര്യത്തിന് ഇനിയൊരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് യൂണിവേഴ്സിൻ്റെ ഇപ്പോഴുള്ളൊരു കറൻറ്റ് മെസ്സേജ് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങൾക്ക് പാസ് ചെയ്യുന്ന മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഹീലിംഗ്, നമുക്ക് ഒരു കാർഡ് കൂടി എടുക്കാം. ഓക്കെ, മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നൊരു കാര്യം, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും പഴയതുപോലെ ആയിരിക്കില്ല, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് എടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിൽ തന്നെ ആ ഒരു പണ്ട് വളരെ നല്ല രീതിയിൽ പോയിരുന്നതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ വളരെ മോശം അനുഭവമായിരിക്കാം. ചിലർക്ക് വീണ്ടും ആ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അകന്ന് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ റീകൺസിലേഷനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതങ്ങനെ ഒരു പാറ്റേണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വരുന്ന ഈ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു കാര്യത്തിന്, ഏത് കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യമേ തന്നെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹീലിംഗ് കാണാം. ഹീൽ പാസ്റ്റ് വൂൺസ് ടു മൂവ് ഫോർവേഡ് ഫ്രീലി. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു വിഷമോ കാര്യങ്ങളോ ആയിരിക്കും ബാക്കി നിൽക്കുന്നത്. ഭയങ്കര സങ്കടമായിരിക്കും. ഇപ്പോൾ പാർട്ട്ണർ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്നെ എന്നാലും ഇങ്ങനെ ചീറ്റ് ചെയ്തല്ലോ, എന്നോട് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി, എപ്പോഴും സങ്കടം. നമ്മളെ തന്നെ നമ്മളൊരു വ്യക്തിയുമായി കണ്ടുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന ഒരവസ്ഥ. ഇനി ചിലവരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും. ആ ഒരു ദേഷ്യം, വെറുപ്പ് അങ്ങനെയുള്ള വികാരങ്ങളായിരിക്കും. ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള സ്നേഹമായിരിക്കും. അവരെന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ എനിക്ക് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഓവർഫ്ലോയിങ് ലവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ആയിട്ട് നമ്മളുടെ മനസ്സ് പ്രക്ഷുബ്ധമാവുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഏത് കാര്യത്തിലാണോ നമ്മൾ അനാവശ്യമായിട്ട് എനർജി കളയുന്നത്, അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് ഓർത്താണോ എപ്പോഴും നമ്മൾ വറീഡ് ആവുന്നത്, ആ ഒരു മുറിവുകൾ നമ്മൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ചിലവരാണെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു, എനിക്ക് ഇനി അതിൽ തുടർന്നുകൊണ്ട് പോകാൻ സാധ്യമല്ല, ഇനിയും അതിൽ മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ ഹീലിംഗ് ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതാണ്. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു മുറിവ് ഉണക്കുന്നതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. ഇപ്പോൾ ചിലവരുണ്ട് പർപ്പസ്ഫുള്ളി ഇല്ല ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ ഒരു പേഴ്സണ് നമ്മൾ മാപ്പ് കൊടുക്കില്ല എന്ന് പറയുമ്പോഴും അവിടെ വേദനിക്കുന്ന വ്യക്തിയും നമ്മൾ തന്നെയാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമുക്കത് തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വളരെ സുതാര്യമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കുള്ള മുറിവുകൾ എന്താണോ അത് നമ്മൾ ഹീലാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ ഇനിയും ചിലരാണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും വിട്ട് കളയാതെ അത് കൂടെ വേണം എന്നുള്ള രീതിക്ക് പല കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ പ്രാർത്ഥന ചെയ്യുന്നു, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഈ പറഞ്ഞൊരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതിയും കാര്യങ്ങളും കിടന്നിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഹീലിംഗ് നമ്മളെ സഹായിക്കും. അത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, എന്ത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മളത് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ആൻഡ് ഫൈനലി നമുക്കിവിടെ മാനിഫെസ്റ്റേഷൻ ആണ്. ഫോക്കസ് ഓൺ വാട്ട് യു ട്രൂലി ഡിസയർ, ദ യൂണിവേഴ്സ് വിൽ റെസ്പോണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ചിലവർ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല കാര്യങ്ങളും റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടായിരിക്കാം, വേറെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തവരുമുണ്ട്, കിട്ടുന്ന ആൾക്കാരുമുണ്ട്. കിട്ടാത്തവരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലെന്ന് തോന്നും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഈ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. ആ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വാസം ഉണ്ടാവണം. നമ്മൾ ആരോടാണോ ഈ പറഞ്ഞ കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു എനർജിയെ നമ്മൾ വിശ്വസിക്കണം.
ഈ പറഞ്ഞ കാര്യങ്ങളില്ല. പക്ഷെ നമ്മളുടെ മനസ്സ് തന്നെ ഒരു ചാഞ്ചാട്ടത്തിൽ നിൽക്കുന്നു. നമുക്ക് തന്നെ അറിയില്ല എന്താണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരു ചാഞ്ചാട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിലും എൻ്റെ ആഗ്രഹം സാധിക്കുമോ? ഇല്ലേ? ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. ഇങ്ങനെയുള്ള ഒരു എനർജിയിൽ നമ്മൾ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. അതായത് അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അങ്ങനെ ഉറച്ച് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെയും അതാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും റെസ്പോണ്ട് ചെയ്യും. അത്രയും നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ ആ ഹീലിംഗിൽ പറഞ്ഞൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നമുക്കൊരു വ്യക്തിയോട് ദേഷ്യമുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കാര്യത്തിൽ വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പോൾ അഫർമേഷൻസ്, സ്പെൽ വർക്ക് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ, ജേർണലിംഗ് എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് സെറ്റും കൂടി ക്ലിയർ ആയിരിക്കണം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു മെസ്സേജ് കറൻ്റ്ലി നിങ്ങൾക്കുള്ളൊരു മെസ്സേജായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ലവേഴ്സ്, slowing down, we are the world, isolation, going with the flow, mind, past lives, totality, celebration, change, thunderbolt, the rebel. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് നമ്മളിപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും പറ്റില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലൂടെയാണ് ചിലപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഹാർഡ്ഷിപ്സ്, തലക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയുള്ളൊരവസ്ഥ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവാം. ഒരു കാര്യവും സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടാവില്ല. ഒന്നും നിങ്ങളുടെ കൺട്രോളിലല്ല എന്നുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രമേൽ ഒരുമിച്ചുണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇവിടെ ഈ ഒരു ലവേഴ്സ്, വി ആർ ദ വേൾഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പേഴ്സണാണ് നിങ്ങളുടെ ലോകം അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലോകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അത്രയും ആ ഒരു എന്താ പറയുക, കംപ്ലീഷൻ ആയിട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പോൾ അവിടെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ളത് തന്നെ ഐസൊലേഷനാണ്. അപ്പം അങ്ങനെ നമ്മളുടെ പാർട്ണർ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പോയ ഒരു റിലേഷൻഷിപ്പിനകത്താണ് ഈ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് വളരെയധികം ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്ന ഒരു എനർജി മാത്രമല്ല, ഒരുപാട് നിങ്ങൾക്ക് സങ്കടം തരുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ഒറ്റപ്പെടുത്തി കളയുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ്. ആ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെയിനിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പുറത്തേക്ക് കടക്കാൻ പോലും സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ ആകെ മൊത്തം കൺഫ്യൂഷനാണ്. എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നമ്മൾ തല പുകഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരവസ്ഥ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രമേൽ ഒരു ഹാർഡ്ഷിപ്സോട് കൂടി അല്ലെങ്കിൽ മാനസിക ദുഃഖം അനുഭവിച്ച് പോകുന്ന ആരുടെയൊക്കെയോ എനർജി തന്നെ നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ആ ഒരു പാസ്റ്റ് ലൈഫ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും വിട്ടു പോകാൻ കഴിയാത്തതും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക 10% അനുഭവിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ 100 ഫീൽ ചെയ്തേക്കാം.
അതിൻ്റെ ആ ഒരു തീവ്രത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിൽ പോകുന്നൊരവസ്ഥ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിൽ അല്ലെങ്കിൽ ആ ഒരു വേദനയ്ക്കിടയിൽ ഒരു ആശ്വാസം എന്നോണം ചിലപ്പോൾ ചില പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടന്നേക്കാം. വീണ്ടും കാര്യങ്ങൾ തകിടം മറിയുന്ന രീതിയിലായിരിക്കും പിന്നെയും കാര്യങ്ങൾ ഷിഫ്റ്റ് ആവുന്നത്. അതായത് നിങ്ങൾക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവി അല്ലെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം ആ ഒരു ചേഞ്ചാണ്. അപ്പ് ആൻഡ് ഡൗൺ എനർജിയാണ്. ഒട്ടും ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല. ഒന്നിനും ഒരു പിടിയില്ല. പിന്നെ നമുക്കിവിടെ ആ ഒരു തണ്ടർ ബോൾട്ട് എനർജി കാണാം. ഒരു ഡിസ്ട്രക്ഷനാണ്. വിചാരിച്ചിടത്തൊന്നും കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ആകെ കുളമായിട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്കും ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ ചില നമ്മളെ പ്രസന്റ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം മെച്യൂറായിട്ട് കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും അല്ലാന്നുണ്ടെങ്കിൽ ഒരു സംയമനം കിട്ടിയ ഒരു അവസ്ഥ കാണാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയുള്ള വ്യക്തികളുടെ എനർജിയല്ല. ആകെ മൊത്തം തീ തിന്ന് ജീവിക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആരുടെയൊക്കെയോ എനർജിയാണ്. അത്രയധികം ഒരു മാനസിക സംഘർഷം, ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സ്നേഹം കാര്യങ്ങളും കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊന്നും വിട്ടുകളയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഒരുപാട് ഇതിനകത്തേക്ക് പിടിച്ച് ചവിട്ടി താഴ്ത്തിയിട്ടും ഇതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നല്ലതുപോലെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ആ ഒരു റിബൽ എനർജിയാണ്. അതായത് നിങ്ങളുടെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നിങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നിങ്ങളുടെ ഒരു ക്ഷമ നശിച്ചിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എന്നാലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനും കഴിയുന്നില്ല. നമുക്ക് ഇതിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. കാലിൽ ചങ്ങലയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. ഈ പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കാം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമോ? എന്താണ് ഇനി ഇതിനകത്ത് ഉണ്ടാവാൻ പോകുന്നത്? ഇത് തുടർന്നുകൊണ്ട് പോകേണ്ടി വരുമോ? അല്ലാന്നുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവുമോ? എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണെന്നുള്ളത് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3 of Pentacles, High Priestess, the Moon, 2 of Swords, Ace of Cups, Star, 5 of Pentacles, Judgment, King of Wands, Lovers, Knight of Wands, ഓക്കെ, 2 of Cups. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുമോ എന്ന് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% മാറ്റം സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. പക്ഷേ ആ ഒരു മാറ്റം നമ്മൾ പറയുന്നത് പോലെ ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു അസ്തമയത്തിന് ശേഷം ഒരു ആഹ്, ഉദയം ഉണ്ടാകുന്ന പോലെ അത്ര ഈസി ആയിട്ടുള്ള ഒരു മാറ്റം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് ഇനിയും നിങ്ങൾക്കും കുറച്ച് ചേഞ്ചസ് വരേണ്ടതായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഹാർഡ്ഷിപ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്തേക്കാം. കാരണം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പതിയെ പതിയെ ആ ഒരു ലെവലിലേക്ക് ആ ഒരു നമ്മളൊരു സ്പിരിച്വൽ അവേക്കനിങ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു വഴിയിലേക്ക് ഇപ്പോൾ തിരിഞ്ഞിട്ടുള്ള വ്യക്തിയായിരിക്കാം. പലരുടെയും സിറ്റുവേഷനും അല്ലെങ്കിൽ പലരും വന്ന് നിൽക്കുന്ന സ്ഥലങ്ങളും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ കുറച്ചും കൂടി വളരെയധികം ഇമോഷൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇനി ഇവിടെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ഒന്നുകൂടി ശക്തി പ്രാപിച്ചോ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും കൂടി മുറുകിയോ എന്നുള്ള രീതിയിൽ പോലും ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം. മാത്രമല്ല നമുക്കൊരു
ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ചിലപ്പോൾ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഇല്ലായ്മയോ അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ആഫ്റ്റർ ഓൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്കുള്ള ആ ഒരു സ്നേഹം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്ലോയിങ് ഓഫ് ലവ് എനർജി നിങ്ങളെ ഇതിനകത്ത് തന്നെ പിടിച്ചു നിർത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് പല തീരുമാനം ഇതിൽ നിന്ന് പുറത്ത് പോകണോ? അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഇനി ഒഴിഞ്ഞു പോവില്ലേ? ഇനിയും എനിക്കിത് തന്നെയാണോ? എന്നുള്ളൊരു ചിന്തകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ചിലപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വീണ്ടും നിർത്താനുള്ള ഒരു പ്രേരണ തന്നേക്കാം. ഇപ്പോൾ നമ്മൾക്ക് ലൈഫിൽ ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മൾ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നല്ലൊരു നാളെ അതിനകത്തേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു നാളെ കടന്നു വരും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഇന്ന് കുറച്ച് മോശമാണെന്നുണ്ടെങ്കിലും നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു ശക്തി തരുന്നത്. ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു ഹാർഡ്ഷിപ്സ് ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അനുഭവിക്കേണ്ടതായിട്ട് നമുക്കിവിടെ കാണാം. പക്ഷേ തീർച്ചയായിട്ടും അതിനകത്തൊരു മാറ്റം വരും. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന എന്താണോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹം എന്താണോ, ഇത്രയും സഫർ ചെയ്ത് ഈ ഒരു ജേർണിയിലൂടെ പോയിട്ടും നിങ്ങൾ പല പല കാര്യങ്ങൾ പല മെൻ്റൽ സിറ്റുവേഷനിലൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന കേൾക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ ടൈം തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് കടന്നു വരും എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ കറൻലി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് സഫർ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒന്ന് പിടിമുറുക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഇന്നിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി ഒഴിവാക്കാൻ സാധിക്കുമോ? അല്ലാന്നുണ്ടെങ്കിൽ വളരെ ധൈര്യപൂർവ്വം അവർക്ക് മുന്നിലേക്ക് വരാൻ കഴിയും. ചിലപ്പോൾ ഇല്ലായിരിക്കുന്ന പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറത്തേക്ക് ഒരു വിധി തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണോ, ചിലപ്പോൾ നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു നാളെ തന്നെ നമ്മുടെ ലൈഫിൽ നടക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല. ഇപ്പോൾ ചിലവർക്ക് അങ്ങനെയുള്ള ഒരു ഭാഗ്യം കിട്ടിയേക്കാം. അത് അവരുടെ ഒരു സമയം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഏഹ്, എന്താ പറയുന്നത് നല്ല പ്രവൃത്തിയുടെ ഒരു ഫലമായിരിക്കാം. ഇപ്പോൾ ചിലവർക്ക് നമുക്കൊരു കർമ്മ പാക്കേജസ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു കാലഘട്ടത്തിലൂടെ ആയിരിക്കാം സഞ്ചരിക്കേണ്ടത്. അപ്പോൾ നമ്മളിലേക്ക് വരാനുള്ള കാര്യങ്ങൾ വരില്ല എന്നല്ല. ചിലപ്പോൾ നമുക്ക് ഹാർഡ്ഷിപ്സ് അനുഭവിക്കാനുണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടേ അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ നമ്മളവിടെ കൊടുക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ വിശ്വാസമൊക്കെ എന്തിനാണ് നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു മെന്റൽ ആഗണി കുറയ്ക്കാൻ, നമുക്കൊരു സമാധാനം കിട്ടാൻ. ഒരു പ്രശ്നം നമുക്ക് സമാധാനത്തോടെ അനലൈസ് ചെയ്യാൻ പറ്റും. ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഒട്ടും സമാധാനം ഇല്ല അല്ലെങ്കിൽ ഉറക്കം പോലും ഇല്ലാത്ത രീതിയിലും നോക്കിക്കാണാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ സമാധാനത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് സത്യം പറഞ്ഞാൽ പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നു ചേരാനുള്ള അല്ലെങ്കിൽ ഹാർഡ്ഷിപ്സും കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നമ്മളുടെ പ്രാർത്ഥനകൾ കാരണം നമുക്ക് ഒഴിവായി പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് നേരം ക്യാമറ ഒന്ന് ഓഫായി പോയത് കാരണം ചില ഭാഗങ്ങൾ ചിലപ്പോൾ കട്ടായി പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റ് ആയിട്ട് പറയുന്നതായിട്ട് ഫീൽ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ അന്ന് നടക്കാതിരുന്നത് എത്ര നന്നായി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറിപ്പോയത് നന്നായി എന്നൊക്കെ അവർ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കുന്ന അയ്യോ എന്തുകൊണ്ട് എനിക്കത് കിട്ടിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ആ ഒരു കാര്യം നടന്നില്ല എന്നൊക്കെ ഉള്ളതായിരിക്കാം. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊരു പീരിയഡ് ഓഫ് ടൈം കഴിയുമ്പോഴാണ് പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. ചിലർക്ക് അതും സാധിക്കാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭാഗ്യമുള്ള ആൾക്കാരാണെന്ന് തന്നെ പറയാം. ചിലവർക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ സഞ്ചരിക്കേണ്ടുന്ന ഒരു ആവശ്യകത ഉണ്ടാവാം. നിങ്ങളുടെ ആ ഒരു സ്ട്രോങ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലവേഴ്സ് എനർജി അതുപോലെ തന്നെ ടു ഓഫ് കപ്സ് എനർജി ജഡ്ജ്മെന്റ് എനർജി എല്ലാം കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളുടെ പാസ്റ്റ് ലൈഫിൽ നിന്നൊരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വെറുതെ വന്ന് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷം തന്നിട്ട് പോകാൻ വരുന്നതല്ല. അതിൻ്റെ പിന്നിൽ പല കാര്യങ്ങളുണ്ട്. പല റിലേഷൻഷിപ്പിൻ്റെയും ബാക്കപ്പ് എന്ന് പറയുന്നത് പലതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ എന്താണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ട്രാൻസ്ഫർമേഷനാണ്. നമ്മൾ ആദ്യമേ ആ ഒരു മെസ്സേജിൽ കണ്ട ആ ഒരു ട്രാൻസ്ഫർമേഷൻ ആ ഒരു ഇത് തന്നെയാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ചില കാര്യത്തിലേക്ക് നമ്മൾ റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ
നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിലൂടെ തന്നെ കയറിപ്പോയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളും. അപ്പോൾ ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന എന്താണോ, അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണോ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണോ, അത് യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കാര്യത്തിനുള്ള ഉത്തരം തരും. അല്ലെങ്കിൽ ആ ഒരു ജഡ്ജ്മെന്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി ആക്ഷൻ എടുക്കാൻ മടിച്ച് നിൽക്കുന്ന പേഴ്സൺ ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നവരുണ്ടാവാം, തേർഡ് പാർട്ടിയെ പേടിച്ചിരിക്കുന്നവരുണ്ടാവും. ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ അതൊരു അഡ്വെഞ്ചർ ആണ്, അല്ലെങ്കിൽ ഒരു റിസ്ക് എലമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസ്ക് എലമെൻ്റ് ആയിട്ട് ആ ഒരു പേഴ്സൺ കാണുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിനെല്ലാം മറികടന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ലെവലിലേക്ക് ഇത് മാറി മറിയും എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ പ്രയോറിറ്റി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത്രയും ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെട്ടിരിക്കുകയാണ്, ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒക്കെ അതിനുള്ള ഒരു ടൈമുണ്ട്. ആ ഒരു ഡിവൈൻ ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരും എന്നുള്ളത് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ആ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു എനർജി, നമ്മളുടെ ഒരു സോൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരിക്കലും ഉപേക്ഷിച്ച് കളയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, ഈ ഒരു പേഴ്സണെ കൊണ്ട് അതിന് കഴിയുമോ, അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മളുടെ ആ ഒരു കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ള പല കാര്യങ്ങളും തീർച്ചയായിട്ടും അത് യൂണിവേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ ഈ ചെറിയ ഒരു ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ വീക്ഷിക്കുന്നത് പോലെയല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു കാര്യം സ്ട്രോങ് ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലവർക്ക് ഇപ്പോൾ ഇന്ന് ആഗ്രഹിച്ച കാര്യം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ എനിക്ക് നടത്തി കിട്ടണം എന്നൊക്കെ പിടിവാശി പിടിക്കുന്ന പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലല്ല. ഇവിടെ നമുക്ക് കുറച്ച് നിങ്ങൾ ഒരു നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് മാറിയതിന് ശേഷമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം കടന്നു വരുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്നൊരു കാര്യമാണ് ചില കാര്യങ്ങൾ ഒരു പരീക്ഷണമാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പരീക്ഷണം നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നമ്മൾ അതിലൂടെ കടന്ന് മുന്നിലോട്ട് പോകേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ചിലപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പോ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ടുള്ള വ്യക്തികളോ ആയിരിക്കണമെന്നില്ല. വളരെ ഒരു കാലപ്പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത്രയും ഒരു കമ്മിറ്റ്മെൻറ്റ് തന്ന ഒരു റിലേഷൻഷിപ്പോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു സഫറിങ്, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ജേണി എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഒരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വന്നത് പോലും വെറുതെ അല്ല, വഴിതെറ്റി വന്നതല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ യൂണിവേഴ്സിന് ഇതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൊണ്ട് യൂണിവേഴ്സായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നടപ്പിലാക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒട്ടുമിക്ക സോഡിയാക് സയൻസും കയറി വന്നിട്ടുണ്ടെങ്കിലും വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സോഡിയാക് സയൻസ് ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, ഏരീസ്, ലിയോ, സെജിറ്റേറിയസ്, അക്വേറിയസ് ആൻഡ് ജെമിനി ഒക്കെയാണ്. ഇനി അതുപോലെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 2, നമ്പർ 17, നമ്പർ 18, നമ്പർ 6 ആൻഡ് നമ്പർ 20. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവുമെന്ന് മാത്രമല്ല, വളരെ ശുഭകരമായിട്ടുള്ളൊരു മാറ്റം എന്ന് തന്നെ പറയാം. കുറച്ചൊരു ഹാർഡ്ഷിപ്സ് നിങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു നല്ല മാറ്റം, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു മാറ്റം തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിലുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടലുണ്ടാവും എന്നുള്ളത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ കയറി നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക, യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.